നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. അവസാന നിമിഷം വരെ ശുഭാപ്തി വിശ്വാസം നല്ലതായിരിക്കും, അല്ലെങ്കിലും ജനവിധി എന്തായിരിക്കും, വോട്ടിംഗ് മെഷീൻ എന്ത് സംഭവിക്കുമെന്നൊക്കെ സാധാരണ ജനങ്ങളായ നമുക്ക് പ്രവചിക്കാനാവില്ലല്ലോ. എന്തു വന്നാലും 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന ആത്മവിശ്വാസം ഓരോ BJP നേതാക്കളുടെയും അനുയായികളുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആവേശത്തോടുകൂടി BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ കേരളത്തിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞത്. ശബരിമല തിരഞ്ഞെടുപ്പ് വിഷയമല്ല എന്നത് അമിത് ഷാ തന്നെ തുറന്നു പറഞ്ഞു. എന്നാൽ വിശ്വാസത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ നേരിട്ട അതിക്രമങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുമെന്നും അത് തടയാനാവില്ലെന്നും അമിത് ഷായുടെ വാദം. ശബരിമലയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിന് മാത്രമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക്. എന്നാൽ വിശ്വാസികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ പ്രചരണ ആയുധമാക്കുമെന്ന് തന്നെയാണ് BJP ദേശീയ അധ്യക്ഷൻ കൂടിയായ അമിത് ഷാ പറയുന്നത്. ഇതുവരെയുള്ള അഭിപ്രായ സർവേകളെ തള്ളിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ BJP ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നും ഉത്തർപ്രദേശിൽ ചില സീറ്റുകൾ പോയേക്കുമെങ്കിലും മറ്റുയിടങ്ങളിൽ നിന്നും നഷ്ടം നികത്തുമെന്നാണ് അമിത് ഷായുടെ വാദം. കഴിഞ്ഞ തവണ BJPക്ക് വിജയിക്കാൻ കഴിയാത്ത 60 ഇടങ്ങളിൽ BJP ഇക്കുറി വിജയിക്കുമെന്നും അങ്ങനെ നിലവിലെ അംഗസംഖ്യയേക്കാൾ കൂടുതൽ അംഗബലം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സഭയിൽ BJPക്ക് ഉണ്ടാകുമെന്നൊക്കെയാണ് അമിത് ഷായുടെ പ്രതീക്ഷ. കേരളത്തിൽ 5 സീറ്റ് ഉറപ്പാണെന്നും അമിത് ഷാ ആണയിട്ട് പറയുന്നുണ്ട്. ബംഗാളും ത്രിപുരയും മാറിയ പോലെ കേരളവും മാറുമെന്നാണ് അമിത് ഷാ മനസ്സിൽ കാണുന്നത്. സാക്ഷരതാ കേരളത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ അത്തരമൊരു മാറ്റം ഉണ്ടാവുമോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ മലയാളികളാണ്. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ CPM-ഉം CPI-യും എല്ലാം ഇന്ത്യയിൽ പൂർണ്ണമായും പ്രസക്തമല്ലാതാകുമെന്നും അമിത് ഷാ തന്റെ വാദത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രളയത്തിൽ കേരള സർക്കാർ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് അമിത് ഷായ്ക്ക് പറയാനുള്ളത്. എന്നാൽ കേരള സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ സഹായിക്കേണ്ട സമയത്ത് കൈമലർത്തി കാണിച്ചതെന്നും ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടിക്കും അറിയുന്ന സത്യമാണ്. ഇത്തരം തള്ളുകൾ പറയുമ്പോൾ ദേശീയ അധ്യക്ഷൻ കൂടിയായ അമിത് ഷാ ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അമിത് ഷാ മാത്രമല്ല, തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം പ്രധാന ചർച്ചയാക്കിക്കൊണ്ട് TP സെൻകുമാറും രംഗത്തുണ്ട്. ഒരു വിഭാഗം വിശ്വാസികളോട് മാത്രം എന്തിനാണ് സർക്കാർ ധാർഷ്ട്യം കാണിക്കുന്നത്, കഴിഞ്ഞ 2 മാസ പൂജയ്ക്കും ശബരിമലയിൽ പ്രശ്നമില്ലാതായത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് സെൻകുമാർ ഉയർത്തുന്ന ചോദ്യം. കേരളത്തിൽ പ്രീണന രാഷ്ട്രീയത്തിന്റെ അവസാനം ഈ തിരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകുമെന്നാണ് DGP വ്യക്തമാക്കുന്നത്. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രന് 8 ലക്ഷം വോട്ട് കിട്ടുമെന്നും സെൻകുമാർ അവകാശവാദം ഉയർത്തുന്നുണ്ട്. പ്രതീക്ഷ കൈവിടാതെ ഇരിക്കുന്നത് ആത്മവിശ്വാസം കൂട്ടും. പക്ഷേ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് ആർക്കും പറയാനാവില്ല. ചിലപ്പോൾ കെടുന്നതിന് തൊട്ടു മുമ്പുള്ള തീയുടെ ആളിക്കത്തലാവാം ഇതെന്ന് മാത്രം.